ആരാധനയ്ക്ക് വേണ്ടി അധ്യക്ഷത വഹിച്ചിരിക്കുന്ന KP മോഹൻദാസ് അച്ഛൻ, 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായി നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന സുനിൽകുമാർ അച്ഛൻ, ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പോൾ റൈസ, ഈ സഭയുടെ സഹ ശുശ്രൂഷകൻ, കൺവെൻഷൻ പ്രയർ കമ്മിറ്റി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, സഭയുടെ വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയെ താങ്ങായി നിൽക്കുന്ന ഈ തിരുസഭ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയ ഗായക സംഘ അംഗങ്ങളെ, ഈ പ്രത്യേക ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ നൽകിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹീത രാത്രിയിൽ നാം പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പരസ്യമായി അറിയിക്കപ്പെട്ടപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടത് നെല്ലിക്കാക്കുഴി ഇടവകയുടെ ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച പ്രചോദനങ്ങളും വളരെ പ്രാർത്ഥനകളുമാണ് ഒരു ഉത്സവ പ്രതീതിയോടുകൂടെ നമ്മുടെ ആലയങ്ങൾ അതിനെ നോക്കിക്കണ്ടത്. ദൈവം ഓരോ കാലങ്ങളിലും തിരുസഭയെ സജ്ജീകരിക്കുന്നത് വെറുതെ നോക്കിയിരിക്കാൻ ഉള്ളവരല്ല, ഉണർന്ന് പ്രാർത്ഥിക്കുവാനും ഉണർന്ന് ജാഗരിക്കുവാനുള്ള അവസരങ്ങളാക്കി വേർതിരിക്കണം എന്നുള്ളതാണ്. ഒരു കൺവെൻഷൻ നടക്കുന്നത് കുറച്ച് കാശുകൊണ്ട് വളരെ കാര്യങ്ങൾ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ഭാഗത്തിൽ ആവശ്യമാണെങ്കിലും വരുന്ന ജനത്തിന് ആവശ്യമായ ഭക്ഷണം, വിശപ്പടക്കി പോകാനുള്ള തിരുവചന സത്യത്തെ കർത്താവിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടുപോകാൻ ദാഹമുള്ള ജനത്തെ ഒരുക്കണം എന്നുള്ളതായിരിക്കണം പ്രമേയം. അതുകൊണ്ട് ഒരു സുവിശേഷ പ്രവർത്തനങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ സത്യമാണ് സുവിശേഷത്തിനു വേണ്ടി തലവെച്ചു കൊടുക്കുക എന്ന പ്രമാണം. സുവിശേഷത്തിനു വേണ്ടി തലവെച്ചു കൊടുത്ത ഒരു ജനതയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അവർ തളർന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷനിൽ കുടുംബമായി നിങ്ങളുടെ പ്രാർത്ഥനകളും സഹകരണവും ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടും ദൈവം നമ്മെ ഏൽപ്പിച്ചത് അവൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. പട്ടക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ശുശ്രൂഷ. എല്ലാവരും ഒരുമിച്ച് ചെയ്യണം, ഒരുമിച്ച് ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നത് ദൈവത്തിൻ്റെ വലിയൊരു പ്രമാണമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ചെറിയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തരുമ്പോൾ പ്രാഗൽഭ്യത്തെ തെളിയിക്കാനോ ഒന്നുമല്ല ഇവിടെ നാം ആയിരിക്കുന്നത്. ഒരു നൊയമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാനും ശ്രദ്ധിക്കാനുള്ള ചില നിമിഷങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സുകളിലേക്ക് ചില ആലോചനകൾ പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ എന്നെ ക്ഷണിച്ച കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശുശ്രൂഷയാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ. ഏത് കാലത്തും വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. യേശു കടന്നു പോകുന്ന പാതകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലും സാന്നിധ്യവും അനുഭവിക്കുന്ന നിമിഷങ്ങൾ. ഇവിടെ വായിച്ചു കേട്ടതായ വിശുദ്ധ വേദഭാഗത്തിൽ നമ്മെ കാണുന്ന ഒരു കർത്താവിനെ
നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പിന്നാലെ പോയ രണ്ടുപേർ, തിരിഞ്ഞു നോക്കുന്ന യേശു രണ്ടുപേരുടെ സാന്നിധ്യം മനസ്സിലാക്കുകയാണ്. ഒരു വാക്കേ പറയുന്നുള്ളൂ, അനുഗമിക്കുക. വീണ്ടും ചില സമയങ്ങൾ കഴിയുമ്പോൾ യേശുവിനോടുകൂടെ സഞ്ചരിക്കാൻ ആളുകൾ വർദ്ധിക്കുകയാണ്. പക്ഷേ ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കുവാൻ വൈകുകയും ജീവിതത്തിൽ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന നിമിഷത്തിലും ചിലർ വന്ന് യേശുവേ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല എന്ന് കണ്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ബർത്തോലമായി എന്നും നഥനയേൽ എന്നും ഉള്ള പേരുകൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പേരുകളിൽ രണ്ട് ആളുകൾ ആയിട്ടല്ല അവിടെ പറയുന്നത്, ഒരാളായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത്. ദമസ്കോസിലെ ഏലിയാസ് എന്ന നെസ്തോറിയൻ 9-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയത് ബർത്തലോമായും നഥനയേലും ഒരാൾ തന്നെയാണ്. ബർത്തലമായി എന്ന പദത്തിന് തൊലായിയുടെ പുത്രൻ എന്നാണ്. ഈ തൊലായിയുടെ പുത്രൻ എന്ന് പറയുന്ന ഒരു പേരല്ല. അവിടെ സബതി മക്കൾ എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു ജനതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ബർയോന എന്ന് പറയുന്നത് യോനയുടെ മകൻ എന്നാണ്. അതായത് ജീവിതത്തിൽ നമുക്ക് തരാനുള്ള പേരുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ നിമിഷത്തിലും അതിൻ്റെ തെളിവുകൾ തരുന്നത് തിരുവചനത്തിൻ്റെ സത്യത്തിലൂടെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 51 വരെയുള്ള വേദഭാഗത്തെ വളരെ മനസ്സിലാക്കുന്ന നിമിഷത്തിൽ അവിടെ യേശു ചിലരെ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും അവരെക്കുറിച്ചുള്ള പദ്ധതികളും വളരെ അധികമായി അവിടെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. മത്തായി 10:2 മുതൽ 4 വരെയും മർക്കോസ് 3:16 ലൂക്കോസ് 6:14 മുതൽ 16 അപ്പോസ്തല പ്രവൃത്തിയിൽ 1:13 ഈ നഥനയേൽ എന്ന പേര് കാണാതെ ബർത്തലോമായി എന്ന പേര് എടുത്ത് കാണിക്കുകയാണ്. ഓരോ പേരുകൾ ദൈവം അവിടെ നിർവഹിക്കുന്നത് ഒരു മനുഷ്യനെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുത്തുന്ന ഓരോ ഇടങ്ങളെ കണ്ടെത്തിക്കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ അവിടങ്ങളായി ചെയ്യുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിനു ശേഷം പത്രോസ് മീൻ പിടിക്കാൻ പോകുമ്പോൾ കൂടെ പോകുന്ന ഒരുവനെയാണ് നഥനയേൽ എന്ന പേരിൽ പിന്നെ അറിയപ്പെടുന്നത്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. നമുക്ക് ഓരോ പേരുകളും നമുക്കെല്ലാ അംഗീകാരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ അറിയാതെ ഇരിക്കരുത്. ഗലീലയിലെ കാന എന്ന് പറയുന്ന ഇടത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ, എന്നാൽ ന്യായപ്രമാണവും അതിൻ്റെ കൽപ്പിതങ്ങളായ രീതികളും ശരിയായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നഥനയേൽ എന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷ യേശു എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നതാണ്. കാലാകാലങ്ങളിൽ ദൈവം നമ്മെ നിയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം എന്നുള്ളതാണ്.
ഈ ഇഷ്ടം ചെയ്യണമെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഞാനും നിങ്ങളും ബോധ്യമുള്ളവരായി തീരണം. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കാന എന്ന് പറയുന്നത് നീരൊഴുക്കുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി മാത്രമല്ല, ധാരാളം നീരൊഴുക്കും വെള്ളവും നിറഞ്ഞ് പൊങ്ങുന്ന ഈ മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളും നടക്കുന്ന ഒരു പ്രത്യേക ഇടമാക്കി കാനായെ കണ്ടു. യേശുവിൻ്റെ അത്ഭുതം വീര്യപ്രവൃത്തികൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ലോകത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പേര്, നല്ലൊരു ഇടം അവിടെ ലഭിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നഥനേലിനെ ഇതാ ജീവിതത്തിൽ കണ്ടെത്താനുള്ള ചില വഴികൾ ഇവിടെ അന്ത്രിയോസും ഫിലിപ്പോസും കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സുവിശേഷ തൽപരരാണ്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മളെല്ലാം സുവിശേഷത്തിൽ നിന്നാണ് വളർന്നത്. നമ്മെ കൂടെ കൊണ്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അന്നുണ്ടായിരിക്കുന്ന അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കണക്കിടാതെ കൂടെ കൊണ്ടുപോയി യേശുവിനെ പരിചയപ്പെടുത്തി തന്നവരാണ് ഇന്നിവിടെ എല്ലാം ഇരിക്കുന്നവർ. 71 വർഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാതിരിപ്പാൻ പറ്റില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തിന് വേണ്ടി അന്ത്രിയോസും ഫിലിപ്പോസും വളരെ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ കാലാകാലങ്ങളിൽ ദൈവം തരുന്ന ശുശ്രൂഷകൾ എങ്ങനെ ഭംഗിയായി ചെയ്യണം, എങ്ങനെ ഭംഗിയായി കൊണ്ടുപോകണം, അതിന് ഊനമില്ലാതെ അതിനെ നന്നായി കാണണം. ഇവിടെയാണ് വളരെ ചിന്തകൾ ഇവിടെ ഷെയർ ചെയ്യുവാൻ ഇടയാക്കുന്നത്. ഈ നഥനേനെ കൊണ്ട് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വവും ഇത് തന്നെയാണ്. നമ്മുടെ മക്കളെ കൊണ്ട് ചെന്ന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. നമുക്ക് രാവിലെ ആരാധനകളുണ്ട്, 8 മണിക്ക് ആരാധനകളുണ്ട്, ഇഷ്ടംപോലെ ആരാധനകളുണ്ട്. ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാത്ത നമുക്കുള്ള സമയങ്ങൾ ക്രമീകരിച്ചൊന്ന് ഓടി വന്ന് ആരാധന കഴിഞ്ഞൊന്ന് പോകാമെന്ന് വിചാരിക്കുന്ന ഇടത്തിൽ വിട്ടുപോകുന്നത് നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കുവാൻ കഴിയാതെ, ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ചടങ്ങ് തീർക്കാൻ ആരാധനകൾ മാറരുത്. ആരാധന തലമുറകളോടുകൂടെ ഉള്ളതായിരിക്കണം. വളരെ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് നല്ല മക്കളെ നമുക്ക് തന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഔദ്യോഗിക ജീവിതം കൊടുക്കുന്നു, നല്ല നിലയിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ ഒരു ചോദ്യം നമ്മുടെ മക്കൾ ചോദിക്കുന്നു. നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്, നല്ലൊരു കുടുംബ പശ്ചാത്തലം ലഭിച്ചിട്ടുണ്ട്. ദൈവം ആരെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മോട് ചോദിച്ചെടുക്കാനുള്ളതാണ്, ആർക്കെങ്കിലും വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഓരോ മനുഷ്യനും കണ്ടെത്താകുന്ന ഇടത്തിൽ ഒരു ദൂതുവാഹകനായി അന്ത്രിയോസും ഫിലിപ്പോസും മാറിയതുപോലെ
ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസിനോട് അന്ത്രയോസിനോടും ഈ ഭക്തനായ നഥനയിൽ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേലിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ലഭിക്കുമോ? എങ്കിലും അവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ന്യായപ്രമാണത്തിലെയും പ്രവാചക ഗ്രന്ഥത്തിലെയും അർത്ഥശകലങ്ങളായ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫിലിപ്പോസ് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ അന്വേഷിച്ചവനെ ഇതാ കണ്ടെത്താൻ പോകുകയാണ്. നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവനെ നീ കണ്ടെത്താൻ പോകുകയാണ്. ഇതുവരെ നീ ന്യായപ്രമാണങ്ങളും വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കടന്നു പോകുകയാണ്. പക്ഷേ നീ ഇപ്പോൾ കാണാൻ പോകുന്നത് ഈ ന്യായപ്രമാണം വായിച്ച് ധ്യാനിച്ച ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നീ കാണാൻ പോകുകയാണ്. വളരെ മനോഹരമായ ഒരു ചിത്രം അവിടെ കൊടുക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ഒരുവനെ കൂടെ കൊണ്ടുപോയി യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല സുവിശേഷം, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയുള്ളതല്ല സുവിശേഷം, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല സുവിശേഷം. ഒരുവനെ രക്ഷയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവനെ നന്നായി കാണാൻ മനസ്സുള്ളവനാണ് സുവിശേഷകൻ. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പോസും അന്ത്രയോസും ചില കാര്യങ്ങൾ യേശു ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 3 നാൾ കൊണ്ട് ഇവർ വിശന്നിരിക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കുമെന്ന് ഈ രണ്ടുപേരെയും വിളിച്ച് നിർത്തി ചോദിക്കുകയാണ്. യേശുവിനറിയാം ഇവർ ദാഹികളാണ്. വിശപ്പോടെ നിൽക്കുന്ന ജനത്തിന് വേണ്ടി ഇടുങ്ങി നിൽക്കുന്നവരാണ്. എന്നെയും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഈ സുവിശേഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ബാലകന്റെ കയ്യിലിരുന്ന അപ്പവും മീനും കൊണ്ടുവന്ന് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് ഒരു വലിയ അത്ഭുതമായിട്ടാണ്. നിസ്സാരമായ ഈ കാര്യം ഇതുകൊണ്ട് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചവരുടെ ഇടയിൽ യേശു ഇത് വാങ്ങി ഇവരെ നിരന്നിരിക്കുവാൻ അവരെ പറയുകയാണ്. അവരെ അണിനിരക്കുവാൻ പറയുകയാണ്. കാരണം ഇത് ദൈവം തരുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് അവർ എത്ര കാശിന് വാങ്ങി ഇവർക്ക് കൊടുക്കുമെന്ന് കണക്ക് കൂട്ടിയവർക്ക് തെറ്റ് പറ്റത്തക്ക വിധം അവർ തിന്ന് ഭക്ഷിച്ച് 12 കുട്ട മിച്ചം എടുത്തു എന്നതാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും സുവിശേഷത്തിന് വേണ്ടി തല വെച്ചു കൊടുത്തവരാണ്. ആ ഉത്തരവാദിത്വം യേശു അവരെ ഏൽപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നിറവേറ്റുകയാണ്. രണ്ടാമത്തെ നാളുകളിൽ ഇവൻ യേശുവിനെ പരിചയപ്പെടുത്താൻ നഥനേനെ കൊണ്ടുപോകുമ്പോൾ യേശു അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു വാക്കുണ്ട്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കള്ളമില്ല, കപടമില്ല. ഹല്ലേലൂയ. ഈ നാളുകളിൽ എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് യേശുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? കർത്താവിന് എന്തെങ്കിലും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാനുണ്ടോ? ഒരു മുൻപരിചയമില്ലാതിരുന്നവനെ ഒരു മുഖത്ത് നോക്കി പറയുകയാണ്, നിന്നിൽ കപടം ഇല്ല. 3 കാര്യങ്ങൾ നഥനേൽ ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ വെച്ചാണ് എന്നെ കണ്ടിട്ട്?
യേശു മറുപടി കൊടുക്കുന്നു. എവിടെ വെച്ചു എന്നറിയാമോ? അത്തിയുടെ കീഴിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. ഫിലിപ്പോസ് നിന്നെ വിളിച്ചപ്പോഴല്ല നിന്നെ അറിഞ്ഞത്. അന്ത്രയോസ് വിളിച്ചപ്പോഴല്ല നിന്നെ അറിഞ്ഞത്. നിന്നെ അറിഞ്ഞത് നീ അത്തിയുടെ കീഴിൽ ന്യായപ്രമാണം വായിച്ച് വളരെ പ്രാർത്ഥിച്ചവനാണ്. ആ ക്രിസ്തുവിനെയാണ് നീ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ മുമ്പിൽ മറയില്ല എന്നതും ജീവിതത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നുള്ളതും യേശു നഥനേനെ പറഞ്ഞ് കൊടുക്കുകയാണ്. രണ്ടാമതായി യേശു പറയുന്നു, നീ ഇതിലും വലുത് കാണാൻ പോകുകയാണ്. ഇനിയും ഇതിലും വലുത് നീ കാണാൻ പോകുക. യേശുവിൽ നിന്ന് പഠിക്കാൻ അവൻ വ്യാമോഹിച്ച് അവനല്ല എങ്കിലും ആഗ്രഹിച്ചു പോയി എന്നതാണ്. അതുകൊണ്ടാണ് യേശു ഓരോ നിമിഷവും നഥനേനെ നോക്കി പറയുകയാണ്, നീ ഒരു വലിയ ഭക്തനാണ്, നീ ഒരു നല്ല വിശ്വാസിയാണ്. ഇത് ഇന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഉൾപ്പെടെ പറയട്ടെ, മൂല്യച്യുതികൾ കൊണ്ട്, സാക്ഷ്യത്തിൻ്റെ കുറവുകൾ കൊണ്ട് മലീനസമാക്കുന്ന അഴുക്ക് ചാലുകളിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ യേശു ഇന്ന് എൻ്റെയും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ കഴിയുമോ? 71 സുവിശേഷ സംഗമത്തിലേക്ക് കാഞ്ഞിരകുളം പ്രദേശം ഒരുക്കപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ദൈവാലയങ്ങളിൽ നടന്ന ഒരുക്ക പ്രാർത്ഥനകളിൽ ഓടി ഓടി ദൈവവചനം പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് നാം ദൈവകൃപയിൽ ശരണപ്പെട്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇതിനെന്തിനു വേണ്ടിയാണ്? ഈ വിതയ്ക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ന്യായവിധിയാണ് എന്നത് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ന്യായവിധി നമ്മുടെ ഗ്രഹത്തിലാണ് സംഭവിക്കുന്നത്, വേറെ ആരുടെയും ഗ്രഹത്തിലല്ല. സുവിശേഷം അറിഞ്ഞവരുടെ ഗ്രഹത്തിൽ ന്യായവിധി വരുന്നു. കേൾക്കാത്തവർക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ കേട്ടവർ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, ശരിയായ ദിശാബോധത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ ഒരു അന്ത്രയോസായോ ഒരു ഫിലിപ്പോസായോ ഒരു നഥനേലായോ എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയണം. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ ആരെയും തൃപ്തിപ്പെടുത്താൻ പോകരുത്, ആരെയും പ്രദർശിപ്പിക്കാനും പോകരുത്. നിങ്ങളെ നോക്കുന്ന കർത്താവ് ഈ അത്തിയുടെ കീഴിലിരിക്കുന്നവനെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, യാചനയുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്. മുറിയിൽ വാതിലടച്ച് നീ ഒഴുക്കിയ കണ്ണുനീര്, ഒഴുക്കിയ പ്രാർത്ഥനകൾ, അത് മറുപടി തന്നത് ഇവിടെയാണ്. പലസ്തീനിൽ നല്ല മുറികളൊന്നുമില്ല, ഒരു മുറിയേ ഉള്ളൂ. അവർക്ക് ന്യായപ്രമാണം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഈ അത്തിയുടെ മരത്തിൻ്റെ കീഴിൽ മാത്രമേ ഇടമുള്ളൂ. നമുക്കിന്ന് മണിസൗധങ്ങൾ ധാരാളം വെച്ച് നമ്മൾ കൂട്ടുകയാണ്. ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഒരു റൂമിൽ പോലും കയറാതെ വർഷങ്ങളായി അടയ്ക്കപ്പെട്ടിരിക്കുന്ന റൂമുകളായി മാറപ്പെടുകയാണ്. ഇത്തരത്തിൽ സ്വാഭിമാനികളായി മാറപ്പെടുന്ന ലോകത്തിൽ
സുവിശേഷത്തിന് വേണ്ടി തല വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, ലോകത്തിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യവും സൗഖ്യവും സമാധാനവും എന്ന് പറയുന്നത് ഒരു തലവേദന മാറിയതോ നട്ടലിൻ്റെ വേദന മാറിയതോ എനിക്ക് വിവിധങ്ങളായ രോഗങ്ങൾ മാറിയതോ അല്ല വലുത്. സുവിശേഷത്തിന് വേണ്ടി നീ തല വെച്ചു കൊടുത്താൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ചോദിച്ചു വാങ്ങി നമ്മുടെ ഭവനങ്ങളിൽ വെച്ചതാണ്. ചോദിച്ചു വാങ്ങിയപ്പോൾ അത് മറന്നു പോകാൻ പാടില്ല. നീ മക്കൾക്ക് വേണ്ടി ചോദിച്ചു, മക്കളെ തന്നിട്ടുണ്ട്. ഭവനമില്ലാതിരുന്നു, ഭവനം തന്നിട്ടുണ്ട്. ഒരു കുടുംബ ജീവിതം ചോദിച്ചു, ആ കുടുംബ ജീവിതം തന്നിട്ടുണ്ട്. ഒരു ഉദ്യോഗം ചോദിച്ചു, ആ ഉദ്യോഗം തന്നിട്ടുണ്ട്. പക്ഷേ ചോദിച്ചതെല്ലാം തന്നിട്ടും ഒന്നും കിട്ടാത്തവരെ പോലെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നവരായി മാറരുത്. യേശുവിന് വേണ്ടി ജീവിക്കുന്ന നല്ല സാക്ഷ്യമുള്ളവരായി മാറപ്പെടുക. എന്നാൽ ഇവൻ വലിയ ഭക്തി ഉള്ളവനൊന്നുമല്ല. ഈ നഥനെ വലിയ പാരമ്പര്യം പറയാൻ ഇല്ലാത്തവൻ. പക്ഷെ അവനൊന്നുണ്ടായിരുന്നു, ദൈവം. ഈ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അവനെ കണ്ടവനെ കണ്ടുമുട്ടിയിരിക്കുക. വലിയ സന്തോഷമാണ്. യേശു അവനെ പരിചയപ്പെടുത്തിയതും പരിചയപ്പെടാൻ ഇഷ്ടപ്പെട്ടതും ഒരു മുൻ പരിചയമില്ലാത്തവനെ മുഖത്ത് നോക്കി നിന്റെ സ്വഭാവത്തെ വ്യക്തമാക്കിയ ആ നല്ല ഇടയൻ. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ശരിയായി ഒന്ന് പരിശോധിച്ച് നമ്മിൽ ഉണ്ടായിരിക്കുന്ന കപടവേഷങ്ങളും കപടഭക്തികളും ഈ നൊയമ്പ് നാളുകളിൽ കണ്ടെത്തി ചികിത്സിക്കണം. നമ്മൾ വലിയ ഭക്തന്മാരോ മാന്യന്മാരോ എന്ന് പറയാനല്ല. നമുക്ക് അല്പവിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് സ്വയം നന്നായാൽ സ്വയം അനുഗ്രഹിക്കപ്പെടാൻ ദൈവം വഴികൾ തരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഈ നഥനേനെ കണ്ടെത്തുമ്പോൾ ഇനിയും നീ വലിയ അത്ഭുതങ്ങളെ കാണാൻ പോവുകയാണ്. എന്നെ കണ്ടവൻ എൻ്റെ ദൈവം ഓരോ നിമിഷം എന്നെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ രോഗിയായി കിടക്കുന്നവരായിരിക്കാം. ചികിത്സകളിൽ തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നവരായിരിക്കാം. സർജറിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാം. ശാരീരികവും മാനസികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണങ്ങളിലൂടെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് കടന്നു പോകുന്നവരായിരിക്കാം. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ട് പ്രിയമുള്ളവരെ, ഇല്ലാത്തവരല്ല നാം. പക്ഷെ ഒരു സത്യമുണ്ട്, നിന്റെ ഹൃദയത്തെ നോക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, നിന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവനാണ് ദൈവം. സങ്കീർത്തനത്തെ പറയുന്നത്, കർത്താവേ, ഈ നാളുകൾ എൻ്റെ നടപ്പറിയുന്നവനാണ്, എൻ്റെ കിടപ്പറിയുന്നവനാണ്, എൻ്റെ നോട്ടമറിയുന്നവനാണ്, എൻ്റെ ആഗ്രഹത്തെ അറിയുന്നവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. ആളുകൾ കാണുക നമുക്ക് പലതും ചെയ്യാം. അതിന് വേദപുസ്തകത്തിൽ കൊടുക്കുന്ന ഒരു വിമർശനമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23-5 യേശു ഇവരെ നോക്കിയപ്പോൾ കാപട്യം കാണുകയാണ്, കള്ളം കാണുകയാണ്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് തങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നവരെന്ന് യേശു വിമർശിക്കുന്നു. ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടി അതിന് ശിക്ഷയുണ്ടാകും.
നന്മ ചെയ്യുന്നുവെങ്കിൽ നന്മയും തിന്മ ചെയ്യുന്നുവെങ്കിൽ തിന്മയും. അവിടെ ആരൊന്നും അവിടെ പറയുന്നില്ല. നിന്റെ കാപട്യത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കപടഭക്തിക്കാരെ, നിങ്ങൾ ഒരു പൂശലോടുകൂടെ ജീവിക്കുന്നവരാണ്. ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുന്നത് ഒരു പൂശലാണ്. സത്യത്തെ മറച്ചു വെച്ചിട്ട്, നീതിയെ മറച്ചു വെച്ചിട്ട് നാം കാപട്യത്തിൻ്റെ മുഖത്തിലേക്ക് നോക്കുമ്പോഴാണ് ദൈവം ചാട്ടവാറ് ആലയത്തിലും എടുത്തത്. വാണിഭശാലകളാക്കുന്ന ഇടങ്ങളായി, ബിസിനസ് മേഖലകളായി മാറപ്പെടാതെ ആത്മീയ ഗ്രഹങ്ങളായി മാറ്റപ്പെടേണ്ടുന്ന ഇടങ്ങൾ നമ്മൾ അതിൻ്റെ പരിശുദ്ധിയിലൂടെ വളർത്തിയെടുക്കണം. ഈ ദിവസങ്ങളിൽ ഈ ഫിലമോനെ കാണുമ്പോലെ, ഒരു ഭക്തനായ ഒനോസിമോസിനെ കാണുന്നത് പോലെ ഓരോ ദിവസവും ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ പേരുകൾ ദൈവം ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഒനോസിമോസിനെ രക്ഷപ്പെടുത്താൻ, ഒരു ജീവിതത്തിൻ്റെ എല്ലാ അധികാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. ഒരു വ്യക്തിയെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാൻ വേണ്ടിയാണ് അന്ത്രയോസും ഫിലിപ്പോസും അവിടെ കഷ്ടപ്പെട്ടത്. പ്രിയമുള്ളവരെ, സുഭിക്ഷമായി കിട്ടുന്ന സുവിശേഷത്തിൻ്റെ മുമ്പിൽ ഒരു ത്യാഗം കൂടെ വേണം. 2025 വർഷത്തിൽ എൻ്റെ കുടുംബം ഈ ആരാധനകളിൽ എത്തിച്ചേരുമ്പോഴാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്, ഈ നന്മകൾ കിട്ടുന്നത്, അടയ്ക്കപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കുന്നത്. ഇതുവരെയും പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ അത് കിട്ടാനുള്ള ഇടമായി മാറുന്നത്. അതുകൊണ്ടാണ് ഈ അത്തിയുടെ കീഴെന്ന് പറയുന്നത് വെറുതെ ഉള്ള സ്ഥലമല്ല. സ്പേസ് എന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ പദമാണ്. ആ സ്പേസ്, ഒരിടമെന്ന് പറയുന്നത്, ആ ഇടമുണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. എവിടെ വെച്ചാണ് നിന്നെ സന്ദർശിക്കുന്നത്? എവിടെ വെച്ചാണ് ദൈവം നിന്നെ കാണുന്നത്, മനസ്സിലാക്കുന്നത്? നഥനേനെ കണ്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കർത്താവിനെ കണ്ടെത്താൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് മാധ്യമങ്ങളിലൂടെ ധാരാളം സുവിശേഷം നാം കേൾക്കുന്നുണ്ട്. പക്ഷേ ചെന്ന് കാൺമീൻ, അതാണ് ആ ഭാഗത്തിൽ വായിക്കുമ്പോൾ. നിങ്ങൾ ചെന്ന് കാണുക, വീട്ടിലിരിക്കുക. ഇപ്പോൾ യൂട്യൂബ് മുഖാന്തരം ചിലപ്പോൾ നിങ്ങൾക്ക് വ്യാപനമായ രീതി നമുക്ക് വീട്ടിലിരുന്നോ യാത്രയിലിരുന്നോ നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാം. പക്ഷെ നീ അനുഗ്രഹിക്കപ്പെടുന്നത് ചെന്ന് കാണുമ്പോഴായിരിക്കും. ചെല്ലുന്ന ഇടത്തിലാണ് അനുഗ്രഹമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ നഥനേനെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി നിർത്തിയത്. പ്രിയമുള്ളവരെ, ഞാനാണ് വന്നു എന്ന് അഭിമാനിക്കാൻ ഫിലിപ്പോസും ഇല്ല, അന്ത്രയോസില്ല, അവരെല്ലാം മാറി നിൽക്കുകയാണ്. ഞാനാണ് ഈ അപ്പവും മീൻ കൊണ്ട് വന്നു എന്ന് പറയാൻ, തല വെച്ചു കൊടുക്കാൻ ഒരിക്കലും ഈ ഫിലിപ്പോസോ അന്ത്രയോസോ അവിടെ നിന്നതായി ചരിത്രം പറയുന്നില്ല. അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്തു, അവർ അനുഗ്രഹമായി മാറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ വിലയേറിയ സുവിശേഷത്തിൻ്റെ നാളുകളാണ്. ദൈവവചനം കേൾപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന നാളുകളാണ്. അതുകൊണ്ട് ഒരു സർക്കാർ വിചാരിച്ചാൽ ഇതെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് നമ്മുടെ യുവതലമുറകൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇന്ന് യുവാക്കൾ എവിടെയാണ്? കുഞ്ഞുങ്ങൾ എവിടെയാണ്? നമ്മൾ തേടി പിടിച്ചുകൊണ്ട് കൊടുക്കുക, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക.
ഈ നാളുകളിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നതാണ് ദൈവം അനുഗ്രഹിച്ച് തരുന്നത്. നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും, ആൾവാസമുള്ള ഇടങ്ങളാക്കി മാറ്റപ്പെടും. ആൾപ്പാർപ്പം ഉള്ള ഒരിടമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരിടമായും നമ്മുടെ ഭവനങ്ങൾ മാറപ്പെടും. ഒരു നരക തുല്യമായ ഒരു അവസ്ഥകൾ മാറി ഒരു അനുഗ്രഹ തുല്യമായ ഒരു ജീവിതം നമ്മുടെ ഭവനങ്ങളിൽ ജന്മമെടുക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടുള്ള സമീപനമാണ്. ദൈവത്തോടുള്ള സമീപനം. അത്തിയുടെ കീഴിലിരുന്നു കൊണ്ട് നീ യാചിച്ചതിന് മറുപടി കിട്ടിയത് നിനക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടം ഇല്ല. ഈ നല്ലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ചില സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. യോബിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്താണ്? നിഷ്കളങ്കനും നേരുള്ളവനും. അബ്രഹാമിനെ പരിചയപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ദാവീദിനെ അവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് പറയുമ്പോൾ നീ എത്ര തെറ്റ് ചെയ്താലും ഏത് വഴികളിലൂടെ പോയാലും നീ തിരിച്ചു വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ച ഇടങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി പാടാനും കർത്താവിനോടൊപ്പം ജീവിക്കുവാനും കർത്താവിനോടൊപ്പം സാക്ഷിക്കുവാനും ഈ നാളുകളിൽ നാം കടപ്പെട്ടിരിക്കുകയാണ്. ആരും മാറി നിൽക്കാതെ, കർത്താവെ, എനിക്ക് തന്ന കുടുംബവും എനിക്ക് തന്ന മക്കളുമായി ഞാൻ നിൻ്റെ ആലയത്തിലേക്ക്, നിൻ്റെ പ്രാകാരത്തിലേക്ക്, ഈ അത്തിയുടെ കീഴിലേക്ക് ഒന്ന് വന്നിരുന്ന് ആ തണലിൽ വന്നിരുന്നാൽ മതി. ഉറങ്ങിക്കൊള്ളൂ, ഒരു പ്രശ്നമില്ല. ഉറങ്ങിക്കൊള്ളൂ. നീ പോയാൽ നീ ഒരു അനുഗ്രഹിക്കപ്പെടുന്ന ഇടമായി മാറപ്പെടും. അതുകൊണ്ടാണ് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന നേരുള്ള കുടുംബം, നേരുള്ള തലമുറ, ഇത് ദൈവം പ്രതീക്ഷിക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോയ അച്ഛ, മക്കളെല്ലാം നാല് പാടായി ചിതറിപ്പോയി. എൻ്റെ കുടുംബം എല്ലാം ശിഥിലമായി പോയി. പട്ടിണിയായതുകൊണ്ടല്ല, സാമ്പത്തികമായി ഒന്നുമില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, ഭവനമില്ലാത്തത് കൊണ്ടല്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു വേദനയുടെ നിമിഷങ്ങളിലൂടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ മയക്കുമരുന്നുകൾക്ക് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയാണ് സമാധാനം? കണ്ടെത്താം ഈ അത്തിയുടെ കീഴിൽ. അതിന് പരിഹാരമുണ്ട്. നീ അത്തിയുടെ കീഴിലിരിക്കുന്നു എങ്കിൽ ദൈവം അറിയും. ആത്തിയുടെ നിഴലിലൊന്നിരുന്നാൽ ദൈവം ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. നിന്നെ പണിതെടുത്ത് ദൈവം പൊന്നാക്കി നിർത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ പണിതെടുത്തിരിക്കുന്നതാണ്, നമ്മൾ പണിതതല്ല. നിങ്ങൾ പറയും, എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാക്കി തന്നതാണ് ഇപ്പോൾ എൻ്റെ നിക്ഷേപം. ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. അവർക്കന്നൊരു പ്രാർത്ഥനാ ജീവിതമുണ്ട്, അവർക്കന്നൊരു ഉപവാസമുണ്ട്, അവർക്ക് നല്ലൊരു ആരാധനയുണ്ട്, വളരെ ഭയഭക്തിയോട് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്നത്തെ തലമുറയോട് ചോദിക്കണം, കൃത്യമായി ഒന്ന് ആലയത്തിൽ വന്നിരിക്കാനുള്ള സമയമുണ്ടോ? ഇവിടെ ഇരുന്നാൽ ഒന്ന് നേരെ വചനം കേൾക്കാൻ, ഒന്ന് ചെവി കൊടുക്കാനുള്ള സമയമുണ്ടോ? എപ്പോൾ മൊബൈൽ ചിലയ്ക്കും ഉടനെ ഇറങ്ങിപ്പോകുന്ന ഓരോ കോമാളി വേഷങ്ങളായി മാറരുത് ഞാനും നിങ്ങളും. ക്രിസ്തുവിന് വേണ്ടി സമയം കണ്ടെത്തി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് യേശു പറയും, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കള്ളം ഇല്ല. ആ സത്യത്തെ നമുക്കും കണ്ടെത്താൻ ശ്രമിക്കാം.
ഈ നൊയമ്പ് നാളുകളിൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധി വരുത്തണമേ, എന്നെ മെനഞ്ഞെടുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഒരു അന്ത്രിയോസിനെ പോലെ, ഒരു ഫിലിപ്പോസിനെ പോലെ ഒരുവനെ കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ നിർത്തി അവനെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കുവാൻ കഴിഞ്ഞതുപോലെ ഈ നാളുകളിൽ എനിക്ക് തന്ന കുടുംബം, എനിക്ക് തന്ന മക്കൾ, എനിക്ക് തന്ന ആരാധന ഇടങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവകരങ്ങൾ നമുക്ക് കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എവിടെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്, കുറവുകൾ സംഭവിക്കുന്നത്, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവേ, നാളുകളിൽ എന്നെ ഓരോ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചനുഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നമ്മെക്കുറിച്ച് ദൈവത്തിന് നന്നായി അറിയാം. നമ്മുടെ ജീവിത അവസ്ഥകൾ ദൈവത്തിനറിയാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും ദൈവത്തിനറിയാം. നമ്മുടെ ഇല്ലായ്മകളും ദൈവത്തിനറിയാം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. കർത്താവ് നമുക്ക് തന്ന ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മെ ഓരോ ദിവസം കൈപിടിച്ചുയർത്തുമ്പോൾ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ ഒരു വലിയ കൊള്ള പങ്കിടുന്ന, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു ബെഥസ്ത ഇടമാക്കി മാറ്റപ്പെടാൻ ധാരാളം ജനങ്ങൾ അവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവജനത്തെ എഴുന്നേൽപ്പിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നഥനേനെ കൊണ്ടുവന്ന് നിർത്തി, കർത്താവേ, നിൻ്റെ വേലയിൽ അവൻ ഉത്സാഹത്തോടെ യേശുവിനെ ശ്രദ്ധിച്ചു. യേശുവിനോടൊപ്പം പോകാൻ അവൻ തീരുമാനിച്ചു. യേശുവിനോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു. ഒരു വ്യക്തിയെങ്കിലും എനിക്ക് കൊണ്ടു ചെന്നാക്കാൻ, ഒരു വ്യക്തിയെങ്കിലും കൂടെ കരുതാൻ എനിക്കതിനുള്ള ദൈവകൃപ തന്ന സുവിശേഷത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നു തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതുമായ ഇടങ്ങളായി മാറ്റപ്പെടാൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലങ്കരം ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടേണ്ടതിന് വചന ശുശ്രൂഷിക്കുന്നവർ, അധ്യക്ഷത വഹിക്കുന്നവർ, ഉദ്ഘാടനം നിർവഹിക്കുന്നവർ, കർത്താവിന് വേണ്ടി പാടുന്നവർ, കർത്താവിന് വേണ്ടി ഉപകരണങ്ങൾ വായിക്കുന്നവർ, സിസ്റ്റം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നവർ, എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കുക. കർത്താവേ, നിൻ്റെ ശുശ്രൂഷയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. കർത്താവിൻ്റെ വേലയാണ് ചെയ്യുന്നത്. കർത്താവിന് വേണ്ടിയാണ് ഈ സമയമൊക്കെ കണ്ടെത്തുന്നത്. ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി അവർ കണ്ടെത്തി കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ, ഒരു നന്മയുടെ വാക്ക് കേൾക്കാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതങ്ങളെ എല്ലാവരെയും സജ്ജമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ദൈവം അനുകൂലമാണ്, ഒരിക്കലും പ്രതികൂലമല്ല. നാമാണ് പ്രതികൂലമായി നിൽക്കുന്നത്. അനുകൂലമായി ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദാഹിക്കുന്ന ഇടത്തിൽ, വരണ്ട ഇടത്തിൽ നീരുറവയെ തുറക്കുന്നവനാണ് കർത്താവ്. നീരുറവയെ കണ്ടെത്തുന്നവനാണ് എൻ്റെ കർത്താവ്. ആ ഉറവയെ തുറന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്കും ദൈവത്തോട് ചേർന്നുകൊണ്ട്, കർത്താവേ, നിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഓരോ നിമിഷവും സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണത്തോടുകൂടെ കഴിഞ്ഞ ഫെബ്രുവരി മാസം ആരംഭിച്ച ഈ ഒരുക്കാരാധന ഇന്നിവിടെ പൂർത്തീകരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പാടിയവരുണ്ട്, കർത്താവിന് വേണ്ടി കൊടുത്തവരുണ്ട്, കർത്താവിന് വേണ്ടി വചനം ശുശ്രൂഷിച്ചവരുണ്ട്, അവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ചവരുണ്ട്,
അവർക്ക് ലഭിച്ച സമയങ്ങളെ കണ്ടെത്തി ഓടിയെത്തിയവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു പാട്ടിൻ്റെ ഇരടിയിലൂടെ ഈ പ്രാർത്ഥനയെ നമുക്ക് സംഗ്രഹിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ആരാധനകൾ. ഈ ആരാധനയുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻ മുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. പരിശുദ്ധനെ, നിന്റെ പാദത്തിൽ ചുംബിച്ചിരിക്കുന്ന ഈ അരുമ മക്കളെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവേ, നിന്റെ പാദത്തിലിരുന്നു കൊണ്ട് വചനത്തെ ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഞാൻ കൃപ തരുന്നു. ഞങ്ങൾക്ക് പ്രത്യേക ശക്തിയോ പ്രത്യേക വരമോ അല്ല അപ്പ, നിന്നോട് പാർക്കുന്നതിന് എത്ര ഭാഗ്യമാണ്. ഒന്ന് 3 കുടിലുണ്ടാക്കട്ടെ. ആ 3 കുടിൽ ദൈവത്തിനുള്ളതാണ്. ഈ ദിവസങ്ങൾ കർത്താവേ, ഞങ്ങൾ പണിയപ്പെടുന്നത് പ്രയോജനകരമായി തീരട്ടെ. ഞങ്ങളുടെ ഉപജീവനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ ആരാധനകൾ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം ആരംഭിച്ച് ഇന്നീ ദിനം വരെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് പ്രയത്നിച്ച എല്ലാ മക്കളെയും നീ ശ്രദ്ധിച്ചു. ഒരു നഥനേനെ പോലെ, ഒരു ഫിലിപ്പോസിനെ പോലെ, ഒരു അന്ത്രിയോസിനെ പോലെ കർത്താവെ ഒന്നും പ്രതീക്ഷിച്ചല്ല. കർത്താവെ, നിന്റെ വചനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഓട്ടം അത് വെറുതെ ആയി തീരരുത്. ഒരനുഗ്രഹമാക്കി നന്മയാക്കി ദൈവം തീർക്കട്ടെ. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങൾ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ദാനം നൽകി ആശീർവദിക്കണം കർത്താവെ. വലിയൊരു ജനക്കൂട്ടത്തെ അയക്കണം. വലിയൊരു വചന ശുശ്രൂഷ അവിടുന്ന് അയക്കണം. ആകൃഷ്ടമായ ദൈവാത്മാവിൻ്റെ ഇടപെടൽ ഓരോ ഇടങ്ങളിൽ ഉണ്ടാകണമേ.
പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ മക്കളെ, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരെ എല്ലാവരെയും നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, അവർക്ക് ശക്തിയില്ലപ്പാ, അവർക്ക് ശക്തി പോരാ കർത്താവേ. അവർക്ക് നീ കൊടുക്കുന്ന ബലമേ ഉള്ളൂ. അവർക്ക് നന്നായി പാടാൻ, നന്നായി വായിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിന്റെ മക്കളെ നീ എടുത്ത് വഹിക്കണമേ. ശാരീരികവും മാനസികമായ ആരോഗ്യവും ബലവും നിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കണം. ഇതിൻ്റെ സംഘാടകർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നല്ല ഒരു ഫിലിപ്പോസിനെ പോലെ ഓടി നടന്നുകൊണ്ട് കർത്താവേ, ഈ 71 വർഷക്കാലം എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സെക്രട്ടറിമാരെയും, എല്ലാ അതിനെ ചുക്കാൻ പിടിച്ച കമ്മിറ്റികളെയും ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. അവർക്ക് ജീവിതത്തിൽ അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, അവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, അവിടെ സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ഞങ്ങൾ പിന്നിൽ നോക്കുന്നില്ലപ്പാ, മുന്നിൽ മാത്രം നോക്കിക്കൊണ്ട് അപ്പൻ്റെ പാത ചുംബിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങളിൽ ഞങ്ങൾക്ക് അവ്യക്തതയുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് വളരെ അവ്യക്തതയുണ്ട്. എങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ആരംഭിപ്പേൻ, ഞാൻ അവസാനിപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. നിന്റെ ജനത്തിന് കൊടുത്തൊരു ഉടമ്പടിയുണ്ട്. ആമേൻ. അതൊക്കെയും നിന്റെ ദാസർക്ക് ദൈവം കൊടുത്ത് നിറയ്ക്കട്ടെ. ധാരാളം പെരുത്ത മീൻകൂട്ടം അവിടുന്ന് അകപ്പെട്ട് അതിൻ്റെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ തിരുസഭയ്ക്കായി സ്തുതിക്കുന്നു. അധ്യക്ഷനായി കർത്താവെ, ജനങ്ങൾക്കായി, കമ്മിറ്റിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായൊരു ശുശ്രൂഷ അവിടുന്ന് ഒരുക്കി തന്ന എല്ലാ മക്കൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ഏറെ അനുഗ്രഹിച്ച് തരണം. സമസ്തം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കട്ടെ. നിന്റെ ആത്മാവ് കൊണ്ട് പൊതിയണമേ. ഒരു നഥനെ കൊണ്ട് ഏൽപ്പിച്ചതുപോലെ കർത്താവെ, അനേകരെ കണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ, കർത്താവിന് വേണ്ടി നിർത്തുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ അനേകരെ നീ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങ ബലഹീന അടിയനെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഈ ആലയത്തിലായിരിക്കുന്ന നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ഓടി, കർത്താവിന് വേണ്ടി ഒരുക്കത്തോടും പ്രാർത്ഥനയോടും വചനം ശുശ്രൂഷിച്ച എല്ലാ ദൈവഭക്തന്മാരോടും ഭക്തകളോടും, കർത്താവിന് വേണ്ടി പാടിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും, ഞങ്ങളുടെ സഭകളോടും, ഇതിൻ്റെ ലീഡേഴ്സിനോടും എന്നേക്കിരിക്കുമാറാകട്ടെ.